വിശേഷങ്ങൾ വെളിപ്പെടുത്തി കെ.എസ്. ചിത്ര. ലോകമെമ്പാടുമായി വ്യാപിച്ചു കിടക്കുകയാണ് കേരളത്തിന്റെ സ്വന്തം വാനമ്പാടി കെ.എസ്. ചിത്രയുടെ ആരാധകർ. ഇത്രയേറെ സ്നേഹം ലഭിക്കുന്ന മറ്റൊരു ഗായിക മലയാളത്തിലുണ്ടാവില്ല. പ്രിയ ഗായിക പൊതുവേദികളിൽ എത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ധരിക്കാറുള്ളത് സാരിയാണ്. വിരളമായി മാത്രമാണ് സൽവാറുകളിൽ പ്രത്യക്ഷപ്പെടുന്നത്. വലിയൊരു സാരി കളക്ഷൻ തനിക്കുണ്ടെന്ന് പറയുകയാണിപ്പോൾ ഗായിക. എത്ര സാരികൾ തൻ്റെ കയ്യിലുണ്ടെന്ന് ചോദിച്ചാൽ അതിനൊരു കൃത്യമായ കണക്കില്ല. പുതിയത് വരുമ്പോൾ പഴയത് മാറ്റിക്കൊണ്ടിരിക്കും. കൃത്യമായി എത്ര സാരി ഉണ്ടെന്ന് അറിയില്ലെങ്കിലും 1000-ന് മുകളിലുണ്ടാകും. ഷോപ്പിങ്ങിന് പോകുമ്പോൾ ചില സാരികൾ കാണുമ്പോൾ ഇത് എനിക്ക് വേണമെന്ന് തോന്നലുണ്ടാകും. പിന്നെ ഞാൻ ഉടുക്കുന്ന സാരികളെല്ലാം ഞാൻ വാങ്ങുന്നതല്ല. പലതും പലരുടെയും സമ്മാനമാണ്. അവയിൽ ചിലതെനിക്ക് ഇഷ്ടമുള്ളവയാകും, ചില സ്റ്റഫുകൾ എനിക്കിഷ്ടമല്ല. ആഗ്രഹിച്ച് തന്നതാണല്ലോ, ഞാൻ ഉടുത്ത് കാണാൻ അവർ ആഗ്രഹിക്കുമല്ലോ എന്ന് തോന്നൽ കാരണം ചില സാരികൾ ഞാൻ ഉടുക്കും. തൃപ്തിയില്ലെങ്കിൽ ധരിക്കും. സമ്മാനം തന്നവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഉടുക്കുന്നതാണത്. പിന്നെ ഒരുപാട് സാരികൾ എനിക്ക് ഗിഫ്റ്റ് കിട്ടാറുണ്ട്. ഇന്നലെയും കിട്ടി 2 എണ്ണം. സ്റ്റാർ സിംഗറിൻ്റെ ഷൂട്ടിന് വന്നവർ കൊണ്ടു തന്നതാണ്. ഒരുപാട് വണ്ണം തോന്നിപ്പിക്കാത്തതും ഉടുത്താൽ സുഖമുള്ളതുമായ സാരികൾ ധരിക്കാനാണ് എനിക്കിഷ്ടമെന്നും ചിത്ര പറയുന്നു. ദേഷ്യം വരാനുള്ള കൂട്ടത്തിലാണ് താനെന്നും ചിത്ര പറയുന്നുണ്ട്. ദേഷ്യം വന്നാൽ ഞാൻ ഒച്ചയെടുക്കും. കുറച്ച് ശബ്ദം മാത്രമേ ഉണ്ടാകൂ. ഒരുപാട് ഒച്ചയിട്ടാൽ തൊണ്ട പോകും. ഭയങ്കരമായി ദേഷ്യം വരുമ്പോൾ പല്ല് കടിക്കുന്ന സ്വഭാവമുണ്ട്. എൻ്റെ ദേഷ്യം ഏറ്റവും കൂടുതൽ കാണുന്നത് ഭർത്താവ് വിജയൻ ചേട്ടൻ തന്നെയാണ്. എന്തെങ്കിലും പറഞ്ഞ ശേഷം ഞാൻ മൗനം ആചരിക്കുമെന്നും താരം പറയുന്നു. സോഷ്യൽ മീഡിയയോട് തനിക്കുള്ള ഭയത്തെക്കുറിച്ചും ഗായിക മനസ്സ് തുറന്നു. സോഷ്യൽ മീഡിയ പേടിയാണ് എനിക്ക്. എവിടെ പോയാലും ആരെങ്കിലും ഫോണും കൊണ്ട് കൂടെ നടക്കുകയാണല്ലോ. അത് കാണുമ്പോൾ ഭയമാണ്. ദൈവമേ, ഇവർ ഏത് ഭാഗം കട്ട് ചെയ്ത് ഇടാൻ പോകുന്നതെന്നോർത്ത് 1-2 അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് പേടി. അടുത്തിടെയായിരുന്നു അതിലൊന്ന്. രവീന്ദ്ര മാഷിൻ്റെ പേരിൽ ഒരു അവാർഡ് ഉണ്ടായിരുന്നു. ചടങ്ങ് കൊച്ചിയിൽ വെച്ചാണ് നടന്നത്. ആ ഫംഗ്ഷനിൽ പങ്കെടുക്കാനായി ചെന്ന് ഞാനൊരു കസേരയിൽ ഇരുന്നതേ ഉള്ളൂ. ബൊക്കെ പോലും മാറ്റിയിട്ടില്ല. അതിനർത്ഥം സെറ്റിലായിട്ടില്ല എന്നാണ്. പരിചയക്കാരെല്ലാം അടുത്തു വന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോഴേക്കും പിറകിൽ നിന്നും ഒരമ്മ വന്നു. ഫോട്ടോ എടുക്കാൻ വന്നതാണ്. അതിൻ്റെ ഇടയിൽ അവരുടെ കൈകൾക്കിടയിൽ കൂടി എൻ്റെ മുടി അമർന്നു. അന്ന് തലയിൽ വേറൊരു വെപ്പുമുടി കൂടി വെച്ചിരുന്നു. ഒരു പബ്ലിക് ഫംഗ്ഷനിൽ വെച്ച് അത് ഊരി വീണാൽ നാണക്കേടാവില്ലേ? അവരുടെ കൈകൾ മുടിയിൽ അമർന്നപ്പോൾ എൻ്റെ തലയും ചെറുതായി വലിഞ്ഞു. അവരുടെ കൈ എനിക്ക് തട്ടിമാറ്റാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ മുടിയിലാണ് കൈ അമർന്നിരിക്കുന്നതെന്ന് അവരോട് ഞാൻ പറഞ്ഞു. ആ പറയുന്ന ഭാഗം മാത്രം കട്ട് ചെയ്ത് ആരൊക്കെയോ സോഷ്യൽ മീഡിയയിലിട്ടു. അതിനുശേഷം ചീത്ത വിളിച്ചുള്ള കമൻറ്റുകൾ ആ വീഡിയോയ്ക്ക് വന്നു. ഞാൻ സോഷ്യൽ മീഡിയ നോക്കുന്നയാളല്ല, പക്ഷെ ആരെങ്കിലും എല്ലാം എനിക്ക് അയച്ചു തരും. അങ്ങനെയാണ് ഞാൻ പലതും കാണുന്നത്. ആ സ്ത്രീക്ക് ശേഷവും ഒരുപാട് പേർ വന്ന ഫോട്ടോ എടുത്തു പോയി. പക്ഷേ മുടിയെന്ന് ഞാൻ ആ സ്ത്രീയോട് പറഞ്ഞതാണ് പ്രശ്നമായെന്നും അനുഭവം വിവരിച്ച് കെ.എസ്. ചിത്ര പറഞ്ഞു.